ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വലിയ പെരുന്നാളിന് കിട്ടിയ കുറച്ച് ബീഫ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് എടുത്ത് വരട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുത്താൽ നമ്മുടെ ചാനലിലിട്ടാൽ എല്ലാവരും കണ്ടതേപോലെ ചെയ്ത അഭിപ്രായം അറിയാമല്ലോ. അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് 2 സവാള, ഒരു പിടി ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം എടുക്കുക. അതിനുശേഷം ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയും മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമ്മുടെ ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിപ്പുണ്ട്. ബീഫ് എന്ന് പറയുന്ന ഒരു മലയാളികൾക്ക് ഒരു വികാരം തന്നെയാണ് അല്ലേ. നമ്മളതിലേക്ക് കുറച്ച് മസാലകളോടെ ചേർത്ത് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. അതിനായിട്ട് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ശേഷം പെരുംജീരകം പൊടിച്ചതും ഒക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അടച്ചിട്ട് വേവിക്കാം. അപ്പോഴാണ് ഞാനൊരു കാര്യം മറന്നുപോയത്. നമ്മൾ അത് അടുപ്പിൽ വെച്ച് വേവിക്കുന്ന മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. ആ വെളിച്ചെണ്ണ ആവശ്യത്തിന് ചേർക്കുക. ഒരു ഏകദേശം 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായി നമ്മളൊന്ന് ഇളക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിസിലടിക്കുമ്പോൾ നമ്മുടെ ഈ പൊടിയെല്ലാം കൂടെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ബീഫിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങും. അത് കുക്കാവാൻ അത് തന്നെ മതി. എന്നാലും കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇടാൻ നല്ലതായിരിക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. കൂടുതൽ പേസ്റ്റ് പോലെ ആയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്താൽ മതിയാവും. ശേഷം 2 സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിൽ സാധനം റെഡി ആവുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് ഒരു ഉരുളിയോ ഒരു ഫ്രൈ പാനോ എടുത്തിട്ട് ഇതേപോലെ കുറച്ച് കറുകപ്പട്ട, കുറച്ച് ഉലുവ എന്നിവയിട്ട് ഒന്ന് മൂക്കാൻ വയ്ക്കാം. എണ്ണ ഒഴിച്ചിട്ടും നമുക്കിതിടാം, മൂത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ലതായിരിക്കും. വെളിച്ചെണ്ണ ഒഴിച്ചു. നല്ല മൂത്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. കറുകപ്പട്ടയുടെ ഉലുവയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും ഞാനേ ഉള്ളൂ. എനിക്ക് മൊബൈലിൽ വയ്ക്കാൻ സ്റ്റാൻഡൊന്നുമില്ല. ഇങ്ങനെയാണ് അതൊക്കെ വാങ്ങാൻ. അതിനുശേഷം നമ്മൾ കുറച്ച് കരിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കുക. സവാള നമ്മൾ വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക. നമുക്ക് ഈ വെളിച്ചെണ്ണ കൂടുതൽ അതിൽ ചേർത്താലേ നമുക്ക് ബീഫ് കറക്റ്റായിട്ടൊരു ബീഫ് വരട്ടി ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മളിത് കറിയല്ല വരട്ടിയെടുക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുണ്ട്. കുറച്ച് അൺഹെൽത്തിയാണ്, എന്നാലും വല്ലപ്പോഴല്ലേ, നോ പ്രോബ്ലം. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കുക. നമ്മൾ ഇത് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഞാൻ എടുത്തത് കണ്ടിട്ടില്ലാത്തത് എൻ്റെ കൊച്ചു മക്കളുണ്ട്. അപ്പോൾ അവർക്ക് എരിയും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുറിച്ചിടുന്നെങ്കിൽ മുറിച്ചിടാം, ക്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രഷ് ചെയ്തിടാം. ഇങ്ങനെ ഒന്നിലിടാം. എരി ആവശ്യത്തിന് വേണമെന്നുള്ളവർ അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. എൻ്റെ മക്കൾ കുഞ്ഞു മക്കളാണ്. അവർക്ക് എരിവ് കൂടുതൽ ഒരു കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എരിവ് കുറച്ചിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. നമ്മുടെ ബീഫിനും മറ്റൊക്കെ എരിയൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ എന്താ പറയുക, എൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. എരി നിങ്ങളെല്ലാം ഇഷ്ടത്തിന് ചേർക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും.
കുരുമുളക് പൊടി. കുരുമുളകാണ് ഇതിലെ മെയിൻ ഐറ്റം കേട്ടോ. കുരുമുളകില്ലാതെ നമ്മൾ ഈ ബീഫ് എന്താ പറയുക, ബീഫ് വരട്ടിയെടുത്ത ഒരു ടേസ്റ്റ് കിട്ടില്ല. കുരുമുളകാണ്, കുരുമുളക് വെളിച്ചെണ്ണ, ഇതാണ് മെയിൻ ഐറ്റം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചൂടാക്കുന്നത്. അത് ഞാൻ സ്കിപ്പായിപ്പോയി, സോറി. അപ്പോൾ നമ്മുടെ ബീഫ് നല്ല സുന്ദരമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക. ബീഫ് ആവശ്യത്തിന് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വേവ് ആവശ്യമില്ല. നമുക്ക് ഈ മസാലയും ഈ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് ഈ ബീഫിലോട്ടൊന്ന് പിടിക്കണം. ആ സമയം വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പൊറോട്ടയും കൂട്ടി കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ.